ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ചാരു മുന്നിൽ നീ രാഹില എന്ന പേര് തന്നെയാണോ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം അവൻ പറയാണ്, ഞാൻ രാഹില എന്ന് തന്നെയാണ് പറഞ്ഞത്. എടാ, നീ തെറ്റാണ് പറഞ്ഞതെങ്കിൽ പിന്നീട് ഞാൻ പറയാനില്ല, പിന്നെ എൻ്റെ സ്വഭാവം മാറും. എന്നാലും എൻ്റെ മേഡം എത്ര പെട്ടെന്ന് രാഹില എന്ന പേര് കണ്ടുപിടിച്ചത്. എടാ, നീ എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവനോട് ചൂടാവുകയാണ് കേട്ടോ. ഈ സമയം നിന്നെ ഇനി ഏൽപ്പിക്കാൻ പോകുന്ന ഡ്യൂട്ടി നീ കറക്റ്റായിട്ട് ചെയ്യണം. അത് കേട്ടോട് തന്നെ, മേഡം ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നാൽ രാഹിലയായി തന്നെ നിൽക്കുക, ഇനി പേരുകൾ മാറരുത്. മാത്രമല്ല ഇവിടെ മാഷ് ബാലം മാഷ് കല്യാണത്തിന് വന്നിട്ടുണ്ട്, അങ്ങേര് വരില്ല, ചാരു വരില്ല എന്നൊക്കെയായിരുന്നു നിബന്ധന. അപ്പോൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ അതിലൊരു ചേഞ്ച് വരുത്തണം. അവർ ഈ കതിർ മണ്ഡപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം എന്തെന്ന് നീ രാഹിലയായി നിന്നുകൊണ്ട് അവരുടെ സംസാരത്തിനൊപ്പം നീ അറിയാതെ അവരെന്താ പറയുന്നതെന്ന് നീ മനസ്സിലാക്കിയെടുക്കണം എന്നൊക്കെ പറയണം കേട്ടോ. ശരി മേഡം, ഞാൻ അതുപോലെ ചെയ്യാം. ഇതിനെന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ പിന്നീട് ഞാൻ ആരാണെന്ന് പറയാനില്ലല്ലോ. അപ്പോൾ നിന്നെ രാഹിൽ തന്നെ ഞാൻ ആക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രേയ പറയാണ്. പിന്നീട് കാണിക്കുന്ന ഹേമയാണ്. ഹേമയും ഷേയുടെ അമ്മയാണ്. അപ്പോൾ ഷേയുടെ അമ്മ പറയണേ, എന്തായാലും ബാലമാഷ് കല്യാണത്തിന് വന്നല്ലോ, വീട്ടിലെല്ലാവരും കല്യാണത്തിന് കൂടിയൊന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല കല്യാണത്തിന് വരുമെന്ന്. അങ്ങേര് വന്നു, അങ്ങേര് ആ എടുത്തുചാട്ടത്തിൽ പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ ഹേമ പറയാണ്. അങ്ങനെ ഹേമക്ക് നല്ല സന്തോഷമാവാണ് കേട്ടോ. ബാലമാമയും ഗോവിന്ദമാമയും നല്ല ദേഷ്യത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം കാണാം, ഹേമ പെട്ടെന്ന് തൻ്റെ മകൻ്റെ അടുത്തോട്ട് പോകുന്നു. എന്നിട്ട് മകൻ അപ്പോൾ ഈ സമയത്ത് വരികയാണ്. അതായത് ഇവിടെ ശാന്തപ്പനുണ്ടല്ലോ, ശാന്തപ്പനാണല്ലോ കൊണ്ടുവരുന്നത്. അങ്ങനെ ശാന്തപ്പനും അതുപോലെ അരവിന്ദനും കൂടിയിട്ട് കാറിലൊക്കെ വരികയാണ്. അപ്പത്തിനും കൊട്ടും കുരവയും ഒക്കെ ആവുകയാണ്. അപ്പോഴേക്കും അവിടെ ആരതി എടുക്കാൻ ചാരു തന്നെയാണ് കേട്ടോ പോകുന്നത്. പിന്നീട് ആരതി എടുക്കുക, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെയാണ് കേട്ടോ. അപ്പോഴും ബാലമാഷ് അവിടെ തന്നെ ഇരിക്കും. ഇരുന്നോടത്തൊന്നും ഇളകുക പോലും ചെയ്യില്ല കേട്ടോ. എന്തൊക്കെയോ ഒരു ദേഷ്യം ബാലമാഷിനും ഉണ്ടല്ലോ. കാരണം എന്തൊക്കെയോ എന്നല്ല, ഈ കല്യാണം നടക്കുന്നത് ഒട്ടും ബാലമാഷിന് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ചാരു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇവർക്കറിയില്ലല്ലോ. അങ്ങനെ ഹേമയും അരവിന്ദനും നല്ല സന്തോഷമാവാണ് ബാലമാമ വന്നതിൽ. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് അരവിന്ദനെ അകത്തോട്ട് കയറ്റുകയാണ്. ഇതേ സമയം എല്ലാവരും ഉണ്ട് കേട്ടോ. ചാരു, ആകാശും, മനുവും അതുപോലെ തന്നെ രമേശനും അവരുടെ ഭാര്യയും എല്ലാവരും ഉണ്ട് കേട്ടോ. സൗമ്യമൊക്കെ, സൗമ്യ പറയുന്നുണ്ട് അവളുടെ സംസാരം തന്നെ പറ്റെ പിടിക്കുന്നില്ല, ഒരു ജാതി പെരുമാറ്റമാണ്, അവൾ മേഡമായി പോയില്ല എന്ന് സൗമ്യ അതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അരവിന്ദൻ വരുന്നത് കേട്ടോ. അരവിന്ദനെ നല്ല രീതിയിൽ തന്നെ ആരതി ഒക്കെ എടുത്ത് അകത്തോട്ട് കയറ്റാണ്. പിന്നീടാണെങ്കിൽ അരവിന്ദൻ കാണുന്ന കാഴ്ച തൻ്റെ അച്ഛൻ അവിടെ വന്നിരിക്കുന്നതായിരിക്കട്ടെ. ഇത് കാണുന്ന അരവിന്ദന് പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷം അരവിന്ദൻ്റെ ഉള്ളിലും ആവാണ്. തൻ്റെ അച്ഛൻ തൻ്റെ വിവാഹത്തിന് വന്നല്ലോ. അപ്പോൾ ഹേമ പറയാണ്, മോനെ നീ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുക എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം അരവിന്ദനാണെങ്കിലോ അങ്ങോട്ടേക്ക് പോവാണ്, അതായത് മാഷിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോഴാണെങ്കിലോ ആകാശും ചാരു ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അനു ഉണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും വഴക്കിനായിരിക്കുമോ പോകുന്നുണ്ടാവുക, ഇവർ തമ്മിൽ ഇനിയും വഴക്കുണ്ടാവുമോ, എനിക്ക് പേടിയാവുന്നു എന്ന് അവർ പരസ്പരം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകാശ് പറയണേ, എന്തായാലും നോക്കാം, അരവിന്ദൻ ഇനി അച്ഛനോട് തെറ്റായ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇനി അതങ്ങനെ വെറുതെ വിടില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴാണ് ഈ അരവിന്ദൻ മാഷിൻ്റെ തൊട്ടരികിലെത്തുന്നത്. മാഷാണെങ്കിൽ കണ്ട ഭാവം തന്നെ നടക്കില്ല. അപ്പോൾ ഉടൻ തന്നെ അരവിന്ദൻ പറയണേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛൻ കല്യാണത്തിന് വരണമെന്നാണ് ആഗ്രഹിച്ചത്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് അച്ഛൻ സന്തോഷമായി എത്തിയല്ലോ. അപ്പോൾ എനിക്ക് പിന്നെ പറയാൻ വാക്കുകളില്ല. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഹേമ ഒരു സൈഡിൽ നിന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഹേമയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. തൻ്റെ മകൻ്റെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ പങ്കെടുക്കേണ്ട ആൾ ഈ ആൾ തന്നെയാണല്ലോ, അതായത് അവൻ്റെ അച്ഛൻ. അപ്പോൾ അത് പങ്കെടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അനുഗ്രഹം വാങ്ങണം. കാലിൽ വീഴാണ് അരവിന്ദൻ കാലിൽ വീഴുമ്പോഴാണെങ്കിലോ ഒട്ടും തന്നെ മനസ്സില്ല ബാലമാമയ്ക്ക്. അപ്പോഴേക്കും ബാലമാമ എണീറ്റ് നിൽക്കും കേട്ടോ. ബാലമാമ എണീറ്റ് നിന്നിട്ട് അരവിന്ദനാണെങ്കിലോ തൻ്റെ അച്ഛൻ തന്നെ കാലിൽ വീഴുമ്പോൾ അനുഗ്രഹിക്കും എന്നൊരു പ്രതീക്ഷയൊക്കെ തന്നിലുണ്ട് കേട്ടോ. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തകിടം മറിക്കുമോ എന്നൊരു പേടിയും ചാരുവിനും ആകാശനുണ്ട്. ഇനിയിപ്പോൾ ബാലമാമയുടെ സ്വഭാവം മാറുവാണാവോ എന്നിങ്ങനെ ചാരു പറയുന്നുണ്ട്. ഇതേ സമയം എല്ലാവരും ആകാംക്ഷയോട് കൂടി നിൽക്കുമ്പോൾ അരവിന്ദൻ കാലിൽ വീഴുമ്പോൾ ബാലമാമ പ്രതികരിക്കില്ല.
ബാലമാമ നിന്ന നിൽപ്പ് അതേപോലെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാലമാമ പ്രതികരിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ അരവിന്ദൻ അവിടെ നിന്ന് എണീക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി, ഈ ഒരു സന്തോഷം എനിക്ക് കിട്ടിയല്ലോ, അത് മതി എന്ന് പറയുന്നത്. പിന്നീട് ഇവർ തമ്മിലുള്ള സംസാരമാണ്. ബാലമാമ വന്നതിനെ കുറിച്ച് ഇവർ തമ്മിൽ പരസ്പരം പറയുകയാണ്. അതായത് ചാരു പറയാണ് ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞ് പോയാൽ മതിയായിരുന്നു എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് അരവിന്ദൻ്റെ ഒരു ഒന്നൊന്നര ഡാൻസാണ്. അത് നന്നായി അരവിന്ദൻ കളിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. കാരണം വീട്ടിൽ ആരും കല്യാണത്തിന് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞവരെല്ലാം കല്യാണത്തിന് വന്നിരിക്കുമ്പോൾ ഇവർക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷത്തോടു കൂടി ഇവർ ഈ കല്യാണം അടിപൊളിയാക്കാണ്. അരവിന്ദൻ്റെ ആ ഒരു ഡാൻസൊക്കെ കഴിഞ്ഞ് അരവിന്ദൻ തൻ്റെ റൂമിലോട്ട് പോവാണ്. തൻ്റെ റൂമിൽ പോയിട്ട് കോട്ടൊക്കെ ഇങ്ങനെ അഴിച്ചിടുകയാണ്. അപ്പോഴേക്കും ആകാശ് പിറകെ പോവാണ്. അപ്പോൾ ആകാശ് ചെന്നിട്ട് ഇന്ന് വലിയ ഹാപ്പിയാണല്ലേ ഇന്നത്തെ ദിവസം, അതെന്താണ് നീ അങ്ങനെ ചോദിക്കുന്നത്? ഏതൊരാളും മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ദിവസമല്ലേ. മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടാണല്ലോ ഞാൻ ഈ വിവാഹത്തിലോട്ട് വന്നത്. അപ്പോൾ നിങ്ങളാരും എൻ്റെ കല്യാണത്തിന് കൂടില്ല എന്നുള്ള ഒരു പ്രതീക്ഷ എന്നിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയൊക്കെ ഇപ്പം നിങ്ങൾ മാറ്റിമറിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഏട്ടനാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഏട്ടനെ കൈ ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും ആകാശിൻ്റെ കൈ അരവിന്ദൻ്റെ മേത്ത് നല്ല വേദനയോട് കൂടി ചെന്നടിക്കുകയാണ് കേട്ടോ. എടാ നീ എന്താണോ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഏട്ടാ അത് കൈ അറിയാതെ തട്ടിയതാണ്, ഏട്ടൻ ക്ഷമിക്ക്. എന്തായാലും ഏട്ടൻ്റെ കല്യാണത്തിന് ഞങ്ങൾ വന്നതല്ലേ, ഇനി ഈ കല്യാണം ഞങ്ങളങ്ങ് പൊടിക്കാൻ പോവുകയാണ്, ഞാൻ ചാരു അനു എല്ലാവരും. അപ്പോൾ ഉടൻ തന്നെ ഒന്ന് പോടോ. അല്ല ഏട്ടനെ ഇനി ഒന്നും കൂടി ഇപ്പോൾ കളിച്ചതൊക്കെ അല്ലേ, അപ്പോൾ മുഖമൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കുക, ഞാൻ ഫോട്ടോഷൂട്ട് ഏർപ്പാട് ചെയ്യാൻ നോക്കുകയാണ്. അത് കേട്ടോടെ തന്നെ ഫോട്ടോഷൂട്ടോ? അതൊന്നും വേണ്ട, അതൊക്കെ വേണം. എന്താ ഈ പറയുന്നത്? ഫോട്ടോഷൂട്ട് ഏർപ്പാട് ചെയ്യണം ഞാൻ. ഇതൊക്കെ വിവാഹത്തിന് എപ്പോഴെങ്കിലും ഒരു ആരായാലും ഒരു വിവാഹമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിവാഹത്തിൽ നടക്കുന്നൊരു സംഭവമല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇത് ഏർപ്പാട് ചെയ്യുകയാണ്. ഏട്ടൻ പെട്ടെന്ന് ഫ്രഷ് ആയി വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം ചാരു ആണെങ്കിലോ നല്ല ടെൻഷനിലാണ്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ബാലമാമയുടെ സ്വഭാവം എപ്പോഴാണ് മാറുക എന്നുള്ള ആ ഒരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ അവർ സൗമ്യ അനു ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ ഇപ്പുറത്തെ രമേശൻ വലിയ ഫ്ലക്സ്, അതായത് വലിയ ഇവരുടെ രണ്ടാളെ ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രമേശൻ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ബാലമാമയും ഗോവിന്ദമാമയും ഒരു സൈഡിലൂടെ വരുന്നുണ്ട്, രമേശൻ കൊണ്ടുവന്ന് വെക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ രമേശൻ പറയാണ് എന്തായാലും അച്ഛൻ വരുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്തു വെക്കണം, അങ്ങനെ കണ്ടാലേ പ്രശ്നമാണ്, അങ്ങനെ വരുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്തു വെക്കണം, അങ്ങനെ തീരെ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമില്ല ഞാൻ ചെയ്യുന്നത്, അപ്പോൾ അതിന് മുന്നേ ഇതെല്ലാം ചെയ്തു വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ ചെയ്യാണ് കേട്ടോ. അപ്പോഴാണ് ബാലമാമ രമേശിൻ്റെ മുതുകത്തൊന്ന് കൊടുക്കുന്നത് കേട്ടോ. എടാ നീ എന്താണ് ചെയ്യുന്നത്? അതെ ഇതൊന്നും അവർക്ക് ഇഷ്ടമില്ല, അതായത് ബാലമാമക്ക് ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം, എനിക്കും ഇഷ്ടമില്ല, പക്ഷെ ഇവരെന്നോട് പറയും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പം ഞാനിതൊക്കെ സെറ്റ് ചെയ്താൽ എന്തെങ്കിലും ആയിക്കോ എന്ന് പറഞ്ഞിട്ട് പോവാണ്. പിന്നീട് ഈ ഇപ്പുറത്തെ ഭാഗത്താണെങ്കിലോ ചാരു ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആകാശ് ഓടി വന്നിട്ട് ചാരു ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അതെ, ഈ വിവാഹത്തിന് വന്നതിൻ്റെ ലക്ഷ്യം നിനക്കറിയാലോ. എന്ത് ലക്ഷ്യം? അത് നമുക്കൊരു ഫോട്ടോഷൂട്ട്. ഇപ്പം എന്തിനാ ഫോട്ടോഷൂട്ട്? അതെ, ഫോട്ടോഷൂട്ട് നടത്തണം. ആണെങ്കിലോ നമ്മുടെ അരവിന്ദനോട്, അതായത് എൻ്റെ ഏട്ടനോട് ഒട്ടും ഇഷ്ടമില്ലെന്ന് അറിയാം, അവൾക്ക് തൊട്ട് പിടിക്കുന്നതൊന്നും ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ട് നടത്തി കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം പതിയെ പുറത്ത് ചാടും. അപ്പോൾ നമുക്ക് അവളെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ഒരു കല്യാണം എങ്ങനെയാണോ നടക്കുന്നത് ആ കല്യാണത്തിൻ്റെ എല്ലാ ആ ഒരു സെറ്റിങ്സ് നമുക്ക് ചെയ്ത് അവളുടെ ഉള്ളിലെ ആ ദേഷ്യം അരവിന്ദൻ്റെ മുന്നിൽ നമുക്ക് പുറത്ത് കാണിക്കണ്ടേ. അപ്പോൾ അതിനുള്ള പരിപാടി ചെയ്യാമെന്ന് പറയണം. അപ്പോൾ അനു നീ ഒന്ന് ചെയ്യേ, ഷേയോട് ചെന്ന് പറയേ, ഒരു കാര്യം നീ ചെയ്യണം, ഷേയോട് പറയേ, ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയുമെന്ന് പറയണം. പനി പറയണം ഞാൻ ഏറ്റു, എനിക്കും തന്നെയാണ് താല്പര്യം, അവരുടെ കോപം കാണണം, അവരുടെ മുഖംമൂടി അമ്മയും ഏട്ടനും മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അനു പോവാണ്. പിന്നീടാണെങ്കിലോ അതായത് ഷേയാണ് കാണിക്കുന്നത്. ഷേ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഷേയുടെ അമ്മ പറയുന്ന പോലെ എന്തൊരു ഭംഗിയാണ് നിന്നെ കാണാൻ, നീ ഒന്ന് കണ്ണാടിയിൽ നോക്ക്, എൻ്റെ പഴയ ഷേയുടെ ആ മുഖ സൗന്ദര്യം ആ ഒരു ഇതൊക്കെ എനിക്ക് കിട്ടിയെന്ന് പറയണം. അപ്പോഴും തന്നെ ഷേ പറയണേ എനിക്ക് കണ്ണാടി നോക്കാൻ താല്പര്യമില്ല, ആ പഴയ ശ്രേയ എന്നുള്ളത് പറയുന്നത് എനിക്കിഷ്ടമല്ല, ആ പഴയ ശ്രേയ ആഗ്രഹിക്കുന്നില്ല. പഴയ ശ്രേയ എന്ന് ചീഫ് എഞ്ചിനീയർ ആയോ അന്ന് ആ ശ്രേയ മരിച്ചു. മാത്രമല്ല എൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ടവൻ എന്നെ
ചതിച്ചു വേറൊരു തേനിയുടെ കഴുത്തിൽ താലി കെട്ടിയതോടുകൂടി ഞാൻ ആ പഴയ ശ്രേയ എന്നുള്ളത് മരിച്ചു. ഇപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്ന അമ്മയെ ഒരു പൊതുവെണ്ണായി മറ്റുള്ളതായി ഒന്നല്ല, എൻ്റെ വാശി, അതായത് ആ കുടുംബം നശിപ്പിക്കുക എന്നുള്ളത്, അതാണ് എൻ്റെ ലക്ഷ്യം. അത് നമുക്കറിയാലോ, ഇതൊരു കല്യാണമല്ല, ഇതൊരു ആഘോഷമല്ല, അതൊക്കെ അമ്മ ഒന്ന് ഓർക്കുന്ന നല്ലതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരുന്നത്.